ഹലോ എവരി വൺ. ഗോട്ട്. പിന്നെ ഇത് തളപതിൻ്റെ ലാസ്റ്റ് പടമാണോ സെക്കൻഡ് ലാസ്റ്റ് പടമാണെന്ന് പറഞ്ഞൂടാ. എന്തായാലും തളപതി ആക്ടിങ് ഒന്നും നിർത്തല്ലേ. നിങ്ങൾ ഈ ബച്ചനൻ്റെ രജനീകാന്തിനൊക്കെ കണ്ടില്ലേ, നിങ്ങൾ വേറെ ലെവൽ സ്റ്റാർ. എന്തിനീ ആക്ടിങ് ഒക്കെ നിർത്തി, അതും പൊളിറ്റിക്സിൽ? എൻ്റെ പൊന്നെ, വേറൊരു പണിയില്ല. അപ്പോൾ ആ പണിക്കൊന്നും പോവാണ്ട് നിങ്ങൾ ആക്ടിങ്ങിൽ നല്ല നല്ല പടങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുക. അണ്ണാ, നിങ്ങൾ നമുക്ക് ഉയര്. പോവാതെ പോവാതെ നീ ഇരുന്നാ നമ്മിറുക്കേ. അപ്പോൾ അണ്ണാ ടോം ഫിലിം ഒന്നും വിട്ടിട്ട് പോവല്ലേ, നിങ്ങൾ നമുക്ക് വേണം. നമുക്ക് എന്നാ ഇത് റിക്വസ്റ്റ് എന്നാ. അപ്പോൾ നമ്മൾ ഗോട്ട് എപ്പടി ഇരിക്കും? ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നറിയാം, ബട്ട് നമ്മളും കണ്ട്. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വിജയിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ കാത്തിരുന്ന് ട്രെയിലർ കണ്ട് പാട്ട് കണ്ട് ഓരോ ആ ന്യൂസറിന് ഈ ന്യൂസറിന് ഈ അപ്ഡേറ്റ് ആ അപ്ഡേറ്റ് ഒക്കെ അറിഞ്ഞ് ഒരുപാട് എക്സ്പെക്റ്റേഷനോടെയാണ് വന്നത്. പക്ഷേ ഈ ഗോട്ടിന് ഞാൻ പറയട്ടെ, ഞാൻ ട്രെയിലർ പോലും മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. ഇറങ്ങിയ സമയത്ത് പല തിരക്കുകളായിപ്പോയി. പിന്നെ ലാസ്റ്റ് പടമാണ് വിജയിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പടം എന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ ഒരു മാനസിക വിഷമം കൊണ്ടാണ് എന്താ എനിക്ക് അങ്ങോട്ട് കാണാൻ തോന്നിയില്ല ട്രെയിലറും ഇതൊന്നും. പിന്നെ ഞാനിതിൻ്റെ ഒരു അപ്ഡേറ്റും ഞാൻ ഫോളോ ചെയ്തില്ല. ഡയറക്റ്റ് ഗ്രൗണ്ടിൽ പാക്കലാന്ന് വിചാരിച്ച്, അതായത് തിയേറ്ററിൽ റിലീസാകുമ്പോൾ കാണാമെന്ന് വിചാരിച്ച്. അങ്ങനെ വന്നൊരു, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടമായിരിക്കും ഇങ്ങനെ കാണുന്നത്. വിജയിൻ്റെ യാതൊരു ഫോളോ അപ്പും ചെയ്യാണ്ട് ഒരു ബ്ലാങ്ക് ആയിട്ട് പോയിരുന്ന് കാണുന്നത്. ഡയറക്റ്റ് ഹെഡ് ഓൺ പടം റിലീസായപ്പോൾ മുതൽ കാണാമെന്നുള്ള ഒറ്റ ഇതിൽ പോയി കണ്ടതാണ്. അപ്പോൾ നമ്മൾ കാണാത്തതാ കേൾക്കാത്തതാ അല്ലെങ്കിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ട അതേ ഒരു ഫോർമാറ്റും അതേ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് പുതുസാ പണി വെച്ചെടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പുതുസാ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ തളപതിയാന്നുള്ള ആ ഒരൊറ്റ ഇതിനകത്ത് നമുക്ക് പടം കണ്ടിരിക്കാം. നമ്മൾ ഒരുപാട് കണ്ടും കേട്ടുമൊക്കെ വന്ന കഥയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ചില സമയത്ത് കയറി വന്ന ഓരോ ട്വിസ്റ്റുകളും സസ്പെൻസുകളും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് കൈ ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ പൊങ്ങി അടിച്ചു പോകുന്നില്ലേ, അതേപോലത്തേക്ക് ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ചില ട്വിസ്റ്റുകളും സസ്പെൻസുകളും. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ അത് ഇടയിലിടയിൽ ഉണ്ട്. അത് സംഭവം കൂടുതലായിട്ട് സെക്കൻഡ് ഹാഫിലാണുള്ളത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ തളപതി, അതായത് മകൻ തളപതി മോൻ വിജയിൻ്റെ ആക്ടിങ് വേറെ ലെവല് കമ്പയർ ടു അപ്പൻ വിജയ്. എന്തായാലും നല്ല തിറമ സിറുപ്പ അഴകാ പണിയെടുക്കുക. പിന്നെ വിജയിൻ്റെ പല പഴയ പടത്തിൻ്റെ കുറേ പാട്ടുകളൊക്കെ ഇടയിലിടയിൽ കയറി വരുന്നുണ്ട്, അതും കൊള്ളാം. വിജയിൻ്റെ മാത്രമല്ല വേറെ പല ആൾക്കാരുടെയും ഹിറ്റായ ചില ഡയലോഗ്സ് ചില പാട്ടുകളൊക്കെ ഇടയിലിടയിൽ കയറി വരുന്നുണ്ട്, അതും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ യുവൻ്റെ പാട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് പോരാ. പിന്നെ ചില BGM, മോഹൻ വിജയിൻ്റെ BGMും കൊള്ളാം തുടക്കത്തിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അതായത് യുവൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു രീതി തന്നെയായിരുന്നു. ഒരു തപ്പാങ്കുത്ത്, പിന്നൊരു മെലഡി, പിന്നൊരു സാഡ്, പിന്നെ ഒരു ഐറ്റം, ആ ഒരു രീതിയൊക്കെ തന്നെ കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റിയൊരു ട്യൂണ BGM പാട്ട ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ ചേസുകൾ ഒരുപാടുണ്ട് അതിനകത്ത് ഒരു റഷ്യയിൽ വെച്ച് നടക്കുന്ന ഒരു ചേസ് ഉണ്ട്, ഒരു ബൈക്ക് റേസ്. അത് പൊളിയായിരുന്നു. വാപ്പയും മോനും കൂടി അത് പൊളിച്ച്, ആ ഒരു സംഭവം പൊളിയായിരുന്നു. ചേസുകൾ കാറും ഉണ്ട് ബൈക്കും ഉണ്ട്, അങ്ങനെ പല പല ലൊക്കേഷനിലായിട്ട് ഇന്ത്യ, തായ്ലാൻഡ്, റഷ്യ, അങ്ങനെ പലയിടത്തിലും ഉണ്ട്. കാറായിട്ടുണ്ട്, ബൈക്കായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവസാനത്തെ ക്ലൈമാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു മൊമെന്റ് വരെയും കൊള്ളാം, ബട്ട് അവസാനം കൊണ്ടേ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അവസാനത്തെ അത് തീർത്തത് ക്ലൈമാക്സ് കൊണ്ട് അല്ലെങ്കിൽ പടം കൊണ്ട് എൻഡ് ചെയ്തത് ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു ഫീൽ ചെയ്ത് എനിക്ക് പടത്തിൻ്റെ എൻഡിങ്. പിന്നെ ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിജയിൻ്റെ ഓരോ പടത്തിലും നമുക്ക് ഓരോ സംഭവങ്ങൾ നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ കിട്ടും. അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ പടം വൺ ടൈം വാച്ചബിളാണ്. തീരെ കാണാണ്ടിരിക്കേണ്ട വിഷയമൊന്നുമില്ല. അത് പിന്നെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നത് അത്രയ്ക്ക് മോശമൊന്നുമില്ല. സംഭവം വൺ ടൈം വാച്ചബിളാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നാലേ ആ ഒരു ഗുമ്പുണ്ടാവുള്ളൂ. കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പടമായിട്ട് വേഗം വരാം. ടിൽ ദെൻ ബൈ. അപ്പോൾ ഗോട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ അടുത്ത പടം ഇനി എലിഫൻ്റ് ജിറാഫ് എന്ത് കുന്തമാണെങ്കിലും വരട്ടെ, നല്ലൊരു ഇടിവെട്ട് പടമായിട്ട് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എനിക്ക് തോന്നുന്നു ഒരു പ്രഷർ ഉണ്ടാവില്ല. ഇത്രയും നാളും ഉള്ള ലീഗസി, പിന്നെ ഇത് വിടാമോ എന്നുള്ള ഒരു പ്രഷർ, അങ്ങനെ പല സൈഡിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് അണ്ണൻ ഒരു തട്ടിക്കൂട്ടി ഒരു പടം ഒപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം. ഓക്കെ, നോ പ്രോബ്ലം.